അതെ ഒന്ന് ചാണ്ടിയുമ്മനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്റ്റെപ്പ് ഇടുന്നു? അയ്യോ ഇല്ല. ഒരു സ്റ്റെപ്പ് എടുത്തതിന്റെ ക്ഷീണം തീർന്നു. ഒരു സ്റ്റെപ്പ് എടുത്തതിന്റെ ക്ഷീണം ഞാൻ മാത്രമേ പറഞ്ഞു ഉള്ളൂ. ഇപ്പോഴും പലയിടത്തും ഷെയർ ചെയ്ത്, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പം സ്കൂളിൽ മോണോ ആക്ട് അല്ല ഫാൻസി ഡ്രസ്സ് ഫസ്റ്റ് കിട്ടിയിരുന്നു അന്ന്. അത് ഫാൻസി ഡ്രസ് അതെ അതെ സബ് ജില്ല വരെ പോയി, പിന്നെ പോയില്ല. അത് അന്ന് എന്ത് വേഷമാണ്? വേഷം ഞാൻ പറയുന്നില്ല. പറയാൻ പറ്റാത്തൊരു വേഷം ചെയ്ത് അവസാനിപ്പിച്ചാണ്. പറയുന്നില്ല. ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന വേഷത്തിൽ തൃപ്തനാണ്? ഇവിടെ വേഷമൊന്നും കിട്ടുന്നില്ല, നമ്മളുള്ളത് പോലെയല്ലേ ഉള്ളൂ. ജീവിതത്തിലൊരു വേഷം ഉണ്ടല്ലോ ഓരോരുത്തർക്കും. താങ്കൾ തൃപ്തനാണോ? പൂർണ്ണമായിട്ടും. പിന്നെന്തുവാ, നമ്മള് വേഷവും കിട്ടുന്നില്ല, നമ്മുടെ ജീവിതവും. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ വേഷം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തൽക്കാലം ഇല്ല. ഓക്കെ, ഇന്ന് ഈ കലോത്സവത്തിൽ വരുമ്പോഴേ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കാണാനൊക്കെ? ഫാൻസി ഡ്രസ്സ് തന്നെ, പക്ഷെ ഇപ്പൊ അങ്ങനെ കാണുന്നില്ല എന്നാ കേൾക്കുന്നത്. പ്രച്ഛന്ന വേഷം അല്ലേ? പ്രച്ഛന്ന വേഷം. മറ്റ് പ്രസംഗത്തിൽ ഭയങ്കര മുന്നിലാണ്. പ്രസംഗ മത്സരമൊക്കെ കാണാറ്? പ്രസംഗം നല്ല രീതിയിൽ ഞാൻ വീക്ഷിക്കാറുള്ള ആളാണ്. അപ്പൊ പ്രസംഗം മത്സരം വളരെ നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ഇപ്പോഴുള്ള നേതാക്കന്മാരുടെ ഏറ്റവും ഇഷ്ടം ആരുടെ പ്രസംഗ ശൈലിയാണ്? അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ പലരും ഉണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മൾ എല്ലാവരും പേര് പറയണമെന്നില്ലല്ലോ. പേര് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. മിമിക്രി ഞാൻ ചെയ്യാറില്ല. അല്ലെ, ഉമ്മൻചാണ്ടി അനുകരിക്കുകയാണെന്നൊരു ഒരു ആക്ഷേപമുണ്ട്. ഉമ്മൻചാണ്ടി അനുകരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എന്റെ അപ്പനെ അല്ലാതെ അത് കലക്കി ചാണ്ടിയമ്മനോട് പറയാം, അത് കലക്കി. ഞാൻ കേട്ടു, അത് ഒത്തിരി കുട്ടികള് അപ്പെ അനുകരിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവെന്ന് ഞാൻ കരുതുകയാണ്. കേരളം നൽകുന്ന കുട്ടികൾ നൽകുന്ന ആദരവാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഇവിടെ ഉണ്ടാവുന്നില്ല, വീട് ഞാൻ പോവാണ്.